അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ആദ്യമായി ഒരു മാരുതി സുസുക്കി വാഹനത്തിന് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ 4th ജനറേഷൻ ഇന്ത്യൻ മെയ്ഡ് മാരുതി സുസുക്കി ഡിസൈറിനാണ് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചത്. അഡൾട്ട് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 5 സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 4 സ്റ്റാർ റേറ്റിംഗുമാണ് മാരുതി സുസുക്കി ഡിസൈർ കരസ്ഥമാക്കിയത്. മാരുതി സുസുക്കിയുടെ വാഹനങ്ങളിലെ സേഫ്റ്റി കുറവ് അവരുടെ വാഹനങ്ങളുടെ വിൽപ്പനയിലും മാർക്കറ്റ് ഷെയറിലും കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നു. ഇതുമൂലം തന്നെ ടാറ്റയുടെയും മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയൊന്നും മാരുതി സുസുക്കിയെ തകർക്കാൻ കഴിയില്ല. ഏറ്റവും പുതിയ 4th ജനറേഷൻ ഡിസൈറിന് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. 3rd ജനറേഷൻ ഡിസൈറിന് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 2 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 3rd ജനറേഷൻ ഡിസൈറിന് അഡൾട്ട് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 2 സ്റ്റാർ റേറ്റിംഗുമാണ് ലഭിച്ചത്. ഇനി 4th ജനറേഷൻ ഡിസൈറിന്റെ ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് വിശദമായി നോക്കുകയാണെങ്കിൽ അഡൾട്ട് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 34ൽ 31.24 പോയിന്റും ചൈൽഡ് ഒക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 49ൽ 39.20 പോയിന്റുമാണ് ഡിസൈർ കരസ്ഥമാക്കിയത്. ഫ്രണ്ടൽ ആൻഡ് സൈഡ് ഇമ്പാക്ട് അസസ്മെന്റിൽ മികച്ച പ്രകടനമാണ് 4th ജനറേഷൻ ഇന്ത്യൻ മെയ്ഡ് മാരുതി സുസുക്കി ഡിസൈർ കാഴ്ചവെച്ചത്. 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ബ്രേക്ക് അസിസ്റ്റ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ്, റിയർ ഡിഫോഗർ, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എന്നിവയും ഡിസൈറിൽ സേഫ്റ്റിയുടെ ഭാഗമായി മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. 2008ലാണ് സബ് 4 മീറ്റർ സെഡാൻ സെഗ്മെന്റിലേക്ക് എസ്റ്റീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാരുതി സുസുക്കി ഡിസൈർ എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഡിസൈറിന്റെ 2nd ജനറേഷൻ 2012ലും 3rd ജനറേഷൻ 2017ലും ഇന്ത്യൻ വിപണിയിലെത്തി. ഇപ്പോൾ വലിയ മാറ്റങ്ങളുമായിട്ടാണ് 4th ജനറേഷൻ ഡിസൈറിനെ മാരുതി സുസുക്കി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2024 നവംബർ 11-നാണ് ഡിസൈറിന്റെ ഒഫീഷ്യൽ ലോഞ്ച്. ന്യൂ സ്വിഫ്റ്റിൽ നിന്നും കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ് ഡിസൈറിന് മാരുതി സുസുക്കി നൽകിയിരിക്കുന്നത്. LXi, VXi, ZXi, ZXi പ്ലസ് എന്നിങ്ങനെ 4 വേരിയന്റുകളാണ് ഡിസൈറിനുള്ളത്. ഡിസൈറിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ 3995 mm ലെങ്തും 1735 mm വിഡ്ത്തും 1525 mm ഹൈറ്റുമുണ്ട്. വളരെ ബോൾഡും മികച്ച റോഡ് പ്രസൻസും നൽകുന്ന ഫ്രണ്ട് ഡിസൈനാണ് ഏറ്റവും പുതിയ ഡിസൈറിന് കമ്പനി നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റലൈൻ എലമെന്റ്സ് ഉള്ള LED ഹെഡ്ലൈറ്റും ഹൊറിസോണ്ടൽ LED DRLും നൽകിയിരിക്കുന്നു. ഹെക്സഗണൽ ഗ്രില്ലും ഹൊറിസോണ്ടൽ സ്ലാട്ടും ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു. 4th ജനറേഷൻ ഡിസൈനെ സൈഡ് ഡിസൈനിൽ മനോഹരമാക്കുന്നത് ന്യൂ 15-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ്. ഡിസൈറിന്റെ ഹയർ വേരിയന്റുകളിൽ മാത്രമാണ് ന്യൂ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. ന്യൂ അലോയ് വീൽ ഡിസൈൻ അല്ലാതെ മറ്റ് കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ 4th ജനറേഷൻ ഡിസൈനിന്റെ സൈഡ് ഡിസൈനിൽ വന്നിട്ടില്ല. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സും ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും സൈഡ് ഡിസൈനിൽ നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഡിസൈറിന്റെ റിയർ സൈഡും. ട്രയാങ്കുലർ ഷേപ്ഡ് LED ടെയിൽ ലാമ്പ് ഡിസൈൻ മനോഹരമാണ്. ഷാർക്ക് ഫിൻ ആന്റിന, ഇന്റഗ്രേറ്റഡ് ലിപ് സ്പോയിലർ എന്നിവയും നൽകിയിരിക്കുന്നു. 382 ലിറ്ററാണ് ഡിസൈറിന്റെ ബൂട്ട് സ്പേസ്. റിയർ സീറ്റുകൾ 60/40 ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ്. 4th ജനറേഷൻ ഡിസൈറിൽ മാരുതി സുസുക്കി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സിംഗിൾ പെയിൻ സൺറൂഫ്. സബ് 4 മീറ്റർ സെഡാൻ സെഗ്മെന്റിൽ ആദ്യമായി സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്ന മോഡലാണ് മാരുതി സുസുക്കിയുടെ ഡിസൈർ. ഇതുകൂടാതെ ന്യൂ എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസും ഡിസൈറിന് മാരുതി സുസുക്കി നൽകിയിരിക്കുന്നു. ഏറ്റവും പുതിയ 4th ജനറേഷൻ സ്വിഫ്റ്റിന് സിമിലർ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനും ലേഔട്ടും തന്നെയാണ് 4th ജനറേഷൻ ഡിസൈറിനും മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. ബ്ലാക്കും ബീജും ചേർന്ന ഡ്യുവൽ ടോൺ കളർ തീമാണ് ഡിസൈറിന്റെ ഇന്റീരിയറിനെ മനോഹരമാക്കുന്നത്. ഡിസൈറിന്റെ ലോവർ വേരിയന്റുകളിൽ ഫാബ്രിക് അപ്പോൾസ്ട്രിയും ഹയർ വേരിയന്റുകളിൽ ലെതററ്റ് അപ്പോൾസ്ട്രിയും മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. 9-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു. റിയർ പാസഞ്ചേഴ്സിന്റെ കംഫർട്ടിനായി റിയർ AC വെന്റുകളും USB Type A Type C പോർട്ടുകളും റിയറിലായി നൽകിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലുള്ള 4.2-ഇഞ്ച് MID സ്ക്രീനിൽ ഡ്രൈവർക്ക് വേണ്ട ഡേറ്റാസ് ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു. ക്രൂയിസ് കൺട്രോൾ, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും ഏറ്റവും പുതിയ ഡിസൈറിന്റെ മറ്റു പ്രത്യേകതകളാണ്. ഡിസൈറിന്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ 6 എയർ ബാഗുകൾ നൽകിയിരിക്കുന്നു. 6 എയർ ബാഗ്, ABS, EBD, 360 ഡിഗ്രി ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ന്യൂ ഡിസൈറിൽ മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. ഡിസൈറിന്റെ എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം നൽകിയിരിക്കുന്നു. 4th ജനറേഷൻ സ്വിഫ്റ്റിലുള്ളതുപോലെ തന്നെ ഏറ്റവും പുതിയ Z സീരീസ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഡിസൈറിനും മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 82 HP 112 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT എന്നിങ്ങനെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനും ഡിസൈറിന് മാരുതി സുസുക്കി നൽകിയിരിക്കുന്നു. ഡിസൈറിന്റെ CNG വേരിയന്റും അധികം വൈകാതെ തന്നെ മാരുതി
സുസുക്കി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. മാരുതി സുസുക്കി ഡിസയർ പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടൈ ഓറ, ഹോണ്ട അമേസ്, ടാറ്റ ടിഗോർ എന്നീ മോഡലുകളുമായിട്ടാണ്. 2024 നവംബർ 11 ഡിസയറിന്റെ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ച്. ഫോർത്ത് ജനറേഷൻ ഡിസയറിന് പിന്നാലെ വലിയ മാറ്റങ്ങളുമായി നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസും ഇന്ത്യൻ വിപണിയിലെത്തും. ഹോണ്ട അമേസിന്റെ ലോഞ്ചിന് മുമ്പായി ഇപ്പോൾ ഒഫീഷ്യൽ ടീസർ കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസുമായി കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും മാരുതി സുസുക്കി ഡിസയറിന്റെ പ്രൈസ് പ്രഖ്യാപിക്കുക. ഇന്ത്യയിലെ സബ് 4 മീറ്റർ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലാണ് മാരുതി സുസുക്കിയുടെ ഡിസയർ. ഡിസയറിൽ കൊടുത്തിരിക്കുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എഞ്ചിനല്ല, മൈലേജിനെ മാത്രമാണ് ഈ എഞ്ചിൻ ഫോക്കസ് ചെയ്യുന്നത്.